അപ്പം ഇന്ന് നമ്മൾ കുറേ കേക്കുകൾ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങണത്. ഇതെന്താ പിന്നെ കേക്കിൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്താ അത് പരിപാടി എന്നല്ലേ. ഇന്ന് ഞങ്ങളുടെ അക്കാദമിയിലെ ഒരു കുട്ടിയുടെ പിറന്നാളായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളറിഞ്ഞില്ല. അപ്പോൾ അവൾ ഞങ്ങൾക്കുള്ള ട്രീറ്റും കൊണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അവളുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇടിപിടിന്ന് പോയി നേരെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി ഒരു കേക്ക് മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഇതിലേത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയുമോ? ഞങ്ങൾ ഏതാ വാങ്ങിയെന്നും. ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് അക്കാദമിയിലേക്ക് വന്ന് അവൾ കാണാതെ ഓഫീസ് റൂമിൽ അത് വെച്ച് അവൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇളനീർ പുഡിങ് ആട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവളുടെ ഇളനീർ പുഡിങ്ങൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഷെയർ ഇട്ട് കഴിച്ചു. പിന്നെ അത് കുറച്ച് സമയം അത്രയും വൈകിയും കൊണ്ടാണെന്നൊന്നും കുറച്ച് അലിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കൂടി ഷെയർ ഇട്ട് കഴിച്ചു. പിന്നെ നല്ല ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ അവൾക്ക് വേണ്ടി മേടിച്ചു കൊണ്ടുവന്ന കേക്ക്. പിന്നെ അവളെ കൊണ്ട് ബർത്ത്ഡേ കേക്ക് മുറിപ്പിച്ചു. അതിൻ്റെ ശരിക്കുള്ള ഫോട്ടോസെല്ലാം ഇങ്ങനെയാണ് വീഡിയോ കിട്ടിയത്. പിന്നെ ഞങ്ങളതിനെ അറഞ്ചം പുറഞ്ചം മുറിച്ചു. എല്ലാവർക്കും ഷെയർ ഇടാൻ വേണ്ടി എല്ലാവരും കൂടി മുറിച്ചു. അതിൻ്റെ ഇടയിൽ ഇളനീർ പുഡിങ്ങിനെ ശരിയാക്കുന്നുണ്ട്. കിട്ടിയ സമയം കൊണ്ട് അതും ശരിയാക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് എല്ലാവരും കൂടി കൈയിട്ട് വാരി ആ കേക്കിനെ ഇല്ലാണ്ടാക്കി. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. പിന്നെ അവൾക്ക് ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിയത് കൊണ്ട് ഗിഫ്റ്റ് പൊതിയാനും ഇതാക്കാനും ഒന്നും കിട്ടിയില്ല. കിട്ടിയൊരു കവറിൽ അത് കൊടുക്കുക ചെയ്തത്. പിന്നെ ആ പുഡിങ്ങിനെ കേക്കിനെ വധിച്ച് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പുഡിങ്ങിനെ എല്ലാവരും കൂടി ചേർന്ന് വധിക്കുന്നു. നമ്മളെ റിമി ആരിഫയും കൂടി ആ പാത്രത്തിനെയും പോലും വെറുതെ വിടുന്നില്ല. ഇന്നിങ്ങനെ നല്ല രീതിയിൽ അതിനെ ശരിയാക്കി ഏറ്റവും ലാസ്റ്റ് അത് തീർക്കാനുള്ള പരിപാടിയിലാണ്. അത് തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വിശേഷം.